ഹലോ അസ്സലാമു അലൈക്കും. ഒരു മടക്ക് ഷവർമ ഉണ്ടാക്കിയാലോ? ഇതും ഞാൻ ഏതോ ഒരു റെസിപ്പിയിൽ നിന്ന് എടുത്തതാണ്. സംഭവം ഭയങ്കര സിമ്പിളാണ്. അതായത് നമ്മുടെ സാധാരണ ഷവർമ ഫില്ലിങ് തന്നെയാണ് ഇതിലും. അത് നമ്മൾ മൈദ കലക്കി ചുടൂലേ, പാലട. ചിലയിടത്തത് മൈദ കലക്കി ചുട്ടത്, ചിലയിടത്തത് പാലട. നമുക്കത് പാലടയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പാലട ഉണ്ടാക്കിയിട്ട് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കലാണ് നമ്മുടെ മടക്ക് ഷവർമ. അത് ജസ്റ്റ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ടോസ്റ്റ് ചെയ്തെടുക്കും, ഒന്ന് മൊരിയിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ മടക്ക് ഷവർമ റെഡി ആവും കേട്ടോ. പിന്നെ പാലട ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നൈസായിരിക്കണം. അങ്ങനെ നൈസാവണമെങ്കിൽ കുറച്ചധികം വെള്ളം, ഇങ്ങനെ കുറുകിയിരിക്കരുത്, അധികം വെള്ളം കൂട്ടിയിട്ട് നമ്മൾ ചുട്ടെടുക്കണം. അപ്പോൾ നല്ല നൈസായിട്ട് കിട്ടും കേട്ടോ. ഇത് നമ്മുടെ ഫില്ലിങ്. എനിക്ക് കിട്ടിയ കുറച്ച് വെജീസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിക്കനാണ് അതിൽ ഫില്ലിംഗ് ആയിട്ട് വന്നത്. പിന്നെ ഒന്നുമില്ല, നമ്മൾ ഈ ചുട്ടെടുത്തത് അതിൽ മയണീസ് തേച്ചു, നമ്മുടെ ഫില്ലിങ് ഫില്ല് ചെയ്തു. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് മടക്കിയെടുക്കാം കേട്ടോ. ആദ്യം ഞാൻ മടക്കിയെടുത്ത ഷേപ്പ് എക്സാക്റ്റ് ഞാൻ ആ വീഡിയോ കണ്ട അതേ ഷേപ്പാണ്. പിന്നെ എനിക്ക് തോന്നിയതുപോലെയൊക്കെ ആക്കി. സംഭവം വേറൊന്നുമില്ല, പിന്നെ എനിക്ക് ആ ഷേപ്പ് മര്യാദ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന ഷേപ്പൊക്കെ ആട്ടോ ഞാൻ പിന്നെ ആക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇതാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് നേരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇത്തിരി ഓയിലോ ഒക്കെ ഒഴിച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കലാണ്. ടോസ്റ്റ് നല്ല മുരിഞ്ഞൊക്കെ വരണമെങ്കിൽ കുറച്ചധികം നേരം ടോസ്റ്റ് ചെയ്തെടുക്കാം. അത്ര മൊരിച്ചിലൊന്നും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന്. ഇനിയിപ്പോൾ ഈ ഒരു ടെക്സ്ചർ തന്നെ, ഈ ഒരു സോഫ്റ്റ് ടെക്സ്ചർ തന്നെ മതി എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എനിക്ക് ഈ ഒരു ടെക്സ്ചർ ഇഷ്ടമായി, മൊരിച്ചെടുത്തതും ഇഷ്ടമായി കേട്ടോ. മറ്റേത് നമ്മൾ കുബൂസ് കുഴച്ച് മാവൊക്കെ ഉണ്ടാക്കിയ ആ ഒരു പാടൊന്നുമില്ല. പിന്നെ ഇത് തിന്നാനും കുറച്ചധികം സുഖമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ. അപ്പോൾ ഞാൻ പാനിൽ ഇതൊക്കെ വെച്ചു. ഇത് എല്ലാം കൂടി ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. മടിയന്മാർക്കൊക്കെ പറ്റിയ ഷവർമ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്നൊരു ഷവർമ പൂതി തോന്നി, അപ്പോൾ ഷവർമയൊക്കെ ഒന്ന് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഒന്ന് മൊരിച്ചെടുത്ത് മടക്ക് ഷവർമ എന്ന് പറഞ്ഞിട്ട് കഴിക്കാമല്ലോ. ഇതും ഞാൻ എവിടെ നിന്നൊക്കെയോ വീഡിയോ ഒന്ന് എടുത്തതാണ്. അത് ഏതാണെന്ന് ഞാൻ ഓർക്കാറില്ല കേട്ടോ, അല്ലെങ്കിൽ എനിക്കത് പറയായിരുന്നു. ഇൻസ്റ്റയിൽ കണ്ടിട്ട് ഞാൻ റെഡിയാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ കണ്ടപ്പോൾ എളുപ്പമായിട്ട് തോന്നി, ചെയ്തപ്പോഴും എളുപ്പം തന്നെയാണ് കേട്ടോ. അധികം ടൈമും ഇല്ല, അധികം എഫേർട്ടും ഇല്ല. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് തുറ വിഭവം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് ബാക്കി ഉണ്ടായത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ബ്രെഡിൽ നേരെ അത് ചെറിയൊരു സാൻഡ്വിച്ച് പോലെ ആക്കി കേട്ടോ. സെയിം ഫില്ലിങ്ങും മയണീസും വെച്ചിട്ട്. അപ്പോൾ ആ സാൻഡ്വിച്ചും ഇതും ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് തുറ രണ്ടും കൂടി. അപ്പോൾ മടക്ക് ഷവർമ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടാ. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ടൈമും വേണ്ട എഫേർട്ടും വേണ്ട, നമുക്ക് മടിയന്മാർക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്.